റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂട്ടുകാരുള്ള യാത്രയിൽ ഒരാൾ ആടിനെ മുറിക്കും, വേറൊന്ന് രണ്ടാൾ ചേർന്നിട്ട് പൊളിച്ചിട്ട് അതിൻ്റെ മാംസം ശരിയാക്കും, മറ്റാളുകൾ അടുപ്പ് കൂട്ടിക്കൊണ്ടിരിക്കും, വേറെ കുറേ ആളുകൾ വെള്ളം ശേഖരിക്കും, ഹബീബായ നബിതങ്ങൾ വിറക് പുറക്കാൻ പോകും. സഹാബിവര്യന്മാർ അവരുടെ സ്നേഹത്തിൻ്റെയും മര്യാദയുടെയും ഭാഗമായി അങ്ങൊരു സ്ഥലത്ത് വിശ്രമിച്ചാലും ഞങ്ങളത് ചെയ്തോളാം എന്ന് പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് സ്നേഹപൂർവ്വം തിരുത്തും. എന്നിട്ട് അവിടുന്ന് വിറക് ശേഖരിക്കുന്ന വിശുദ്ധമായ ദൗത്യം ഏറ്റെടുക്കും. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ എല്ലാവർക്കുമായിട്ട് ഓരിച്ചു കൊടുക്കും. ചെറിയ മോനോട് പറയാം, താത്താൻ്റെ കല്യാണത്തിന് ആളുകൾക്ക് വെള്ളം കുടിക്കേണ്ടത് വെൽക്കം ഡ്രിങ്ക്സിൻ്റെ മൊത്തം ചുമതല നിനക്കാണ്. വലിയ ആളെ വിളിച്ചിട്ട് പറയാം, പന്തലിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ നീ ശരിയാക്കണം. എല്ലാത്തിനും മേൽനോട്ടം വഹിച്ചുകൊണ്ട് വാപ്പങ്ങനെ നല്ല മര്യാദക്കാരനും മാന്യനുമായിട്ട് അവിടെ ഉണ്ടാവണം. അങ്ങനെ വരുന്ന സമയത്ത് നല്ല സന്തോഷമുള്ള കുടുംബം രൂപപ്പെടും. ഭാര്യനെ വിളിച്ചിട്ട് പറയണം, പിന്നെ എനിക്ക് പുറത്ത് ശ്രദ്ധിക്കാനാവില്ല, അറിയാലോ ഈ കുടുംബത്തിൻ്റെ രാജ്ഞി നീയാ. ആരൊക്കെ സ്ത്രീകൾ വരുന്നോ, നമ്മുടെ ബന്ധത്തിൽ നിന്ന് ഏതൊക്കെ ഉമ്മമാർ വരുന്നോ എല്ലാവരെയും വേണ്ട വിധം ഡീൽ ചെയ്യണം എന്ന് പറയാം. അവർക്ക് തന്നെ തോന്നും എന്നെ അംഗീകരിച്ചല്ലോ എന്ന്.